നമ്മൾ മനുഷ്യർ സുഹൃത്തുക്കളെ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് വിരുന്ന് കൊടുക്കാറുണ്ടല്ലോ. വളരെ നല്ല ഒരു സംഗതിയാണത്. പക്ഷേ ഈ വിഷയകമായി യേശു ക്രിസ്തുവിന് ഒരു കഥയുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥ അതിങ്ങനെയാണ്. ധനികനായ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ ഒരു സദ്യക്ക് ക്ഷണിച്ചു. വളരെ വിപുലമായ സദ്യ, എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സദ്യയുടെ തൊട്ടടുത്ത സമയമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളെ പറഞ്ഞിട്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. നമ്മളങ്ങനെ റിമൈൻഡ് ചെയ്യലിക്കുണ്ടല്ലോ, ചില സംഗതിയൊക്കെ വിളിച്ച് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുമല്ലോ. അങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളെ വിട്ടതാണ്. അപ്പോഴാണ് ഈ ക്ഷണിക്കപ്പെട്ട എല്ലാ ആളുകളും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണ്. ഒരാൾ എന്തോ സ്വത്ത് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് അയാൾക്ക് വരാൻ പറ്റില്ല. വേറൊരാളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ അയാൾക്ക് അതിൻ്റെ മധുവിധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹണിമൂൺ ട്രിപ്പിലൊക്കെയാണ് അയാൾ. വേറെ ആൾ കുറച്ച് കാലികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതിനെ പരിചരിക്കലും കാര്യം. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ചുരുക്കത്തിൽ ആ സദ്യയിൽ പങ്കെടുക്കാൻ ഒരാളുമില്ല. ഇദ്ദേഹത്തിൻ്റെ തീന്മേശയിലാണെങ്കിൽ നിറയെ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം വന്നു നോക്കുമ്പോൾ ഒരു കുട്ടി പോലും സദ്യക്ക് പങ്കെടുക്കാനില്ല. ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിഭവങ്ങളൊന്നും തന്നെ വെറുതെ വേസ്റ്റായി പോകാൻ പാടില്ല, ഇതൊന്നും കുഴിച്ചു മൂടാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് തെരുവിൽ ചെന്നിട്ട് അവിടെ ഭിക്ഷ യാചിക്കുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന മനുഷ്യന്മാരെല്ലാം വിളിച്ചു കൊണ്ടുപോകാം. അങ്ങനെ ഭൃത്യന്മാർ പോയിട്ട് കുറേ ആളുകളെ വിളിച്ചു കൊണ്ടുവന്നു. എത്ര ആൾ വന്നിരുന്നിട്ടും പിന്നെയും തീന്മേശയിൽ വിഭവങ്ങൾ ബാക്കിയാണ്, അല്ലെങ്കിൽ മേശയിൽ കസേരകൾ ബാക്കിയാണ്. ഇനിയും ഉള്ള ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയിട്ട് വീണ്ടും ആളുകളെ വിളിച്ചു കൊണ്ടുവന്നു. ആ ഡൈനിങ് ടേബിൾ നിറച്ചു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരും ഈ വന്ന പാവപ്പെട്ട മനുഷ്യന്മാരും എല്ലാവരും ചേർന്നിട്ട് ഭക്ഷണം കഴിച്ചു. ക്ഷണിക്കപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷേ സ്വീകരിക്കപ്പെടുന്നവർ വളരെ കുറഞ്ഞ ആളുകളാണ്. ഈ ഒരു കഥ നമ്മുടെ ഈ കാലത്ത് നമ്മൾ ഒരുപാട് സംഗതികളുമായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കല്യാണങ്ങൾ, അതുപോലെ വിശേഷ സംഗതികൾക്കൊക്കെ ആളുകളെ ക്ഷണിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പരിഗണന എന്താണ്? പലപ്പോഴും നാട്ടിലെ പ്രധാനികളെ, സമ്പന്നരെയൊക്കെയാണ് ആദ്യം പോയിട്ട് വിളിക്കുക. പാവപ്പെട്ട ആളുകൾ, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളെയൊന്നും ആരും അങ്ങനെ ഗവനിക്കില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഇച്ചിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നാലാളെ വിളിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ തൊട്ടടുത്തുള്ള പരിസരത്തുള്ള പാവപ്പെട്ട ആളുകളെ എങ്കിലും ആദ്യം വിളിക്കണം. ഒരുപാട് ദൂരമൊന്നും വിളിച്ചുകൊണ്ട് വരണ്ട. പരിസരത്തുള്ള തൊട്ടടുത്തുള്ള ആളുകളിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള, ഭക്ഷണം കഴിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന, നമ്മുടെ കേരളത്തിലെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ചിലപ്പം അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും കൂട്ടത്തിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആളുകളെ ആദ്യം പരിഗണിക്കുകയും സമ്പന്നരായിട്ടുള്ള, ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് രണ്ടാമത് പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതായിരിക്കും നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുക.